ശരി, മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ ഇപ്പോഴും ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ അല്ലെങ്കിൽ ജയറാം രമേശിനെ പോലുള്ളവരുണ്ട്. അവിടെ ഡിസ്കഷൻസ് പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞ തീരുമാനമായി നാളെ നിയമസഭാ കക്ഷിയിൽ പ്രഖ്യാപിക്കും, വേറെ വർത്താനൊന്നും ഇടയ്ക്കില്ല എന്ന് മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഡിസ്കഷൻസ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്, ചർച്ചയോട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നം ഉണ്ടോ കോൺഗ്രസിന് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ വീട്ടിലാണ് ഇപ്പോഴും KC വേണുഗോപാൽ ഉള്ളത്. ഒപ്പം മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിലാണ് മറ്റ് പ്രധാനപ്പെട്ട AICC നിരീക്ഷകരൊക്കെയും ഉള്ളത്. ഒരു തീരുമാനം ഇനിയും വന്നു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ധനസുമോദിലേക്ക് വീണ്ടും പോകാം. ധനസുമോദ്, രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ഇപ്പോഴും തുടരുന്നു KC വേണുഗോപാൽ എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ചർച്ച ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞും പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുള്ളത്, ഈ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി നേരത്തെ തന്നെ എത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ വാഹനമാണ്, സുരക്ഷാ വാഹനമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധി ഈ യോഗത്തിന് മുൻകൂട്ടി തന്നെ, വളരെ നേരത്തെ തന്നെ, ഒരു 9 മണിക്ക് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തുകയും അതിനുശേഷം ഈ ചർച്ചകളിൽ പങ്കാളിയാകുന്നത് എന്നുള്ളൊരു വിവരം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 പേരാണ് ഇപ്പോൾ ഈ സുനേരി ബാഗിലെ വസതിയിലുള്ളത്. 1 രാഹുൽ ഗാന്ധി, 2 പ്രിയങ്ക ഗാന്ധി, 3 KC വേണുഗോപാൽ. ഇവർ കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ആദ്യഘട്ട ചർച്ചകൾ ഇപ്പോൾ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ നടക്കുകയാണ്. മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ ഇതിനകം തന്നെ നിരീക്ഷകരെത്തിയിട്ടുണ്ട്. ദീപാദാസ് മുൻഷിയും അജയ് മാക്കനും മുകുൾ വാസ്നിക്കും അടക്കമുള്ള നേതാക്കന്മാർ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ എത്തിയിരിക്കുകയാണ്. ഇവർ ഇവിടെ നിന്ന് പുറപ്പെടാം എന്ന് കരുതിയിരുന്ന സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇപ്പോൾ അതായത് പരമാവധി 1 മണിക്കൂർ കൊണ്ട് ഈ ചർച്ച KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ളത് പൂർത്തിയാക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആ ചർച്ച 2.5 മണിക്കൂർ കഴിഞ്ഞും പിന്നിട്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇവർക്ക് ഇനി ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ. പക്ഷേ ഇപ്പോഴും എന്താണ് തീരുമാനം എന്നുള്ളൊരു കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ ഇപ്പോൾ കൂടുതൽ നേതാക്കന്മാർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇതിന് ശേഷം ഇവർ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിലെത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ യോഗത്തിന് ശേഷം ഡൽഹിയിൽ നിന്ന് തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യം അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അല്ല, ഇപ്പൊ നടക്കുന്ന ഡിസ്കഷനിൽ ഈ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവുക ഈ ധനസുമോദി? അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെയും പലതരത്തിലുള്ള അക്കോമഡേഷൻ പ്ലാനുകൾ വേറെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടക്കുന്നത് വേണമെങ്കിലും വിചാരിക്കാമോ? ഒരു സാധ്യത ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു കേൾക്കുന്നത്, ഇത് ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ KC വേണുഗോപാലിനോട് പിൻവലിയാൻ പറഞ്ഞു കാണണം. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് KC വേണുഗോപാൽ അയ്യാതെ തന്നെ നിൽക്കുകയാണ്. KC വേണുഗോപാൽ നിർബന്ധമായും ഇക്കാര്യത്തിൽ തനിക്ക് വേണം, കാര്യം താൻ അപമാനിതനാകുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് മറ്റൊരു ഓപ്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡിനാവില്ല. ആ ഹൈക്കമാൻഡിൻ്റെ ഒരവസ്ഥ KC വേണുഗോപാലിനും നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാലിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഓക്കെ, മുഖ്യമന്ത്രിയെ ഇപ്പോൾ ഡൽഹിയിൽ പ്രഖ്യാപിക്കുമോ അതോ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുമോ എന്ന ക്വസ്റ്റ്യൻ കൂടി ഉയർന്നു വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിയമസഭാ കക്ഷി യോഗത്തിൽ നേരിട്ട് അറിയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഇന്നലെ വരെ. ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഡൽഹിയിൽ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കൂടിയോ സുമോദേ? ഡൽഹിയിലേക്ക് പ്രഖ്യാപിക്കാനുള്ള കാര്യം, ഇന്ന് ജയറാം രമേശിനോട് ഈ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറിന് ശേഷമായിരുന്നു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചതാണ് എവിടെയായിരിക്കും പ്രഖ്യാപിക്കുന്നത്, ഏത് നഗരത്തിലായിരിക്കും, ഡൽഹിയിലായിരിക്കുമോ തിരുവനന്തപുരത്തായിരിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രഖ്യാപനമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് പറയാൻ കഴിയുന്നത്. അതായത് തിരുവനന്തപുരത്താണോ ഡൽഹിയിലാണോ പ്രഖ്യാപനം നടക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ അന്തിമമായൊരു പ്രഖ്യാപനം, ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞിരുന്നില്ല. ആ സമയത്ത് ജയറാം രമേശിന് പോലും ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യം അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഖാർഗെയുടെ യോഗത്തിലെ വസതിയിലെത്തിയ ജയറാം രമേശ്, ദീപാദാസ് മുൻഷി, അജയ് മാക്കൻ തുടങ്ങിയവരോട് ഈ വിവരങ്ങൾ പങ്കുവച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ആ നേതാക്കന്മാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് അറിയുന്നത്. ഒന്നുകിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവില്ലെങ്കിൽ തന്നെ നമുക്ക് ഡൽഹിയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളൊരു കാര്യം അറിയാം. ആ കാര്യം അറിയണമെങ്കിൽ ആ യോഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ യോഗം പൂർത്തിയാക്കണമെങ്കിൽ ഈ പിന്നിൽ കാണുന്ന ഈ
വസതിയിലാണ്, രാഹുൽ ഗാന്ധിയുടെ വസതിയിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പങ്കെടുക്കുന്നത്. ഇവർ കൂടി യോഗത്തിൽ ചേർന്നതിന് ശേഷം ആ യോഗം പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഡൽഹിയിൽ നിന്നായാലും ഒരു വിവരം ലഭിക്കുക. മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിൽ ചർച്ച നടക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ചർച്ച നടക്കുന്നു. ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ പാർട്ടി എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഒരു 12 മണി കഴിയുമ്പോൾ ഡൽഹിയിൽ തന്നെ ഒരുപക്ഷെ ആരായിരിക്കും കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് എന്ന കാര്യം പ്രഖ്യാപിച്ചേക്കും എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൽ ഇപ്പോഴും വളരെ കൂലങ്കഷമായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നതാണ് നമ്മൾ കാണേണ്ട കാര്യം. അല്പസമയത്തിനകം അതിലൊരു സൂചന കിട്ടിയേക്കുമെന്ന് കൂടി വിചാരിക്കുന്നുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിൽ നടക്കുന്ന നിർണായക ചർച്ചയിൽ ഒരുപക്ഷെ അതിനുശേഷം ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു കുറിപ്പ് പുറത്തിറക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.